പലരും മിസ്റ്റേക്ക് വരുത്തുന്ന 5 ഡിഫറെൻറ്റ് ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്കസ് എബൌട്ട്. അത് റോങ് ആണ്. ഡിസ്കസ് എന്നേ പറയേണ്ട കാര്യമുള്ളൂ. അവിടെ എബൌട്ട് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ലെറ്റ്സ് ഡിസ്കസ് എബൌട്ട് ദ ടോപ്പിക്. റോങ്. ലെറ്റ്സ് ഡിസ്കസ് ദ ടോപ്പിക്. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ടോക്ക് എബൌട്ട് എന്നാണ്. പിന്നെ വീണ്ടും ഒരു എബൌട്ട് എന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡിസ്കസ് മാത്രം മതി. റിവേർട്ട് ബാക്ക്. റോങ്. റിവേർട്ട്. റിവേർട്ട് എന്ന് പറഞ്ഞാൽ കം ബാക്ക് എന്നാണ്. അപ്പോൾ റിവേർട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ വിൽ റിവേർട്ട് ബാക്ക് ടു യു ടുമാറോ. റോങ്. ഐ വിൽ റിവേർട്ട് ടു യു ടുമാറോ. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയാറില്ലേ? റോങ് ആണ്. കസിൻ എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. കസിൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആകാം, മെയിൽ ആകാം. പക്ഷേ നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ തന്നെ വ്യക്തമാണ് അത് ബ്രദർ ആണോ സിസ്റ്റർ ആണോ എന്നത്. ഹീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ബ്രദറിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന്. ഷീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം അത് ആരാണ് എന്ന്. കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പാടില്ല. ടേക്ക് റെസ്റ്റ്. റോങ് ആണ്. ടേക്ക് എ റെസ്റ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ റെസ്റ്റ് എന്ന് മാത്രം മതി. യു ഷുഡ് ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റോങ്. യു ഷുഡ് ടേക്ക് എ റെസ്റ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ യു ഷുഡ് റെസ്റ്റ്. അത് രണ്ടും കറക്റ്റാണ്. പക്ഷേ ടേക്ക് റെസ്റ്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ റെസ്റ്റ് എന്നതിന് മുൻപ് ഒരു ആർട്ടിക്കിൾ വേണം. കാരണം റെസ്റ്റ് എന്നത് ഒരു നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം യു ഷുഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റ് എന്നത് വേർബാണ്. അപ്പോൾ അങ്ങനെ പറയാം. യു ഷുഡ് റെസ്റ്റ്. അതല്ലെങ്കിൽ യു ഷുഡ് ടേക്ക് എ റെസ്റ്റ്. പേ അറ്റൻഷൻ ഓൺ. റോങ്. പേ അറ്റൻഷൻ ടു. അത് ഒരു ഫിക്സ്ഡ് പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ പേ അറ്റൻഷൻ ടു ആണ് വേണ്ടത്. പേ അറ്റൻഷൻ ഓൺ മീ. റോങ് സെൻറ്റൻസ്. പേ അറ്റൻഷൻ ടു മീ. കറക്റ്റ്. താങ്ക് യു.